ചക്കുളത്തുകാവിൽ പൊങ്കാല ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെയാണ് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭക്തജന സംഗമങ്ങളിൽ ഒന്ന് ചക്കുളത്ത് നടക്കുന്നത്. ഹരിത ചട്ടം പാലിച്ച് വിപുലമായ ക്രമീകരണങ്ങളാണ് പൊങ്കാലയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. പൊങ്കാലയ്ക്ക് ഒരു ദിവസം മുൻപ് ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ തിരക്കാണ്. പൊങ്കാല അർപ്പിക്കുന്നതിന് ക്ഷേത്രത്തിനോട് ചേർന്നുള്ള റോഡുകളിൽ അടക്കം ഭക്തർ ഇതിനോടകം ഇടം പിടിച്ചു തുടങ്ങി. തിരക്ക് നിയന്ത്രിക്കുന്നതിനും പൊങ്കാലയുടെ സുഗമമായ നടത്തിപ്പിനും മികച്ച ക്രമീകരണങ്ങളാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത്. പൊങ്കാലയ്ക്ക് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തുന്ന തീർത്ഥാടകർക്കും ഭക്തജനങ്ങൾക്കും എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കഴിഞ്ഞിരിക്കുകയാണ്. അവർ വന്നു പോകുന്നതിനും അവരുടേതായ ഭക്ഷണത്തിനും അവരുടെ രോഗശാന്തിക്കും അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും സർക്കാർ തലത്തിൽ നിന്നും മറ്റ് സന്നദ്ധ സേനകളും വോളണ്ടിയേഴ്സിൻ്റെയും ക്ഷേത്രം ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും ട്രസ്റ്റിൻ്റെ ഭാരവാഹികളും തുടങ്ങി നാനാ ജാതി മതസ്ഥരുടെയും സഹകരണത്തോടുകൂടി ഈ വർഷത്തെ പൊങ്കാലയുടെ പരിപൂർണമായ ഒരുക്കങ്ങൾ തീർന്നു. ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ പുറമെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നും ഭക്തർ പൊങ്കാല അർപ്പിക്കാനെത്തും. പുലർച്ചെ 4-ന് നിർമ്മാല്യ ദർശനവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും 9-ന് വിളിച്ചുചൊല്ലി പ്രാർത്ഥനയും നടക്കും. തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലെ കെടാവിളക്കിൽ നിന്നും ട്രസ്റ്റ് പ്രസിഡന്റും മുഖ്യ കാര്യദർശിയുമായ സദ്ഗുരു രാധാകൃഷ്ണൻ നമ്പൂതിരി പണ്ടാര അടുപ്പിൽ അഗ്നി പകരും. ഇതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാകും. ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സംഗമത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഭാര്യ രാധിക സുരേഷ് ഗോപിയും പൊങ്കാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ക്ഷേത്ര മേൽശാന്തി അശോകൻ നമ്പൂതിരിയുടെ കാർമ്മിക നേതൃത്വത്തിൽ ട്രസ്റ്റിമാരായ രഞ്ജിത്ത് ബി നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവരുടെ ആഭിമുഖ്യത്തിൽ പൊങ്കാല സമർപ്പണ ചടങ്ങും നടക്കും. ന്യൂസ് മലയാളം, ആലപ്പുഴ.